തീർച്ചയായിട്ടും എല്ലാ സർക്കാരുകൾക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആശംസയുണ്ട്, പിന്തുണയുണ്ട്, സഹകരണമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ തന്നെ സഹകരിക്കും. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ എന്നും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് BJPക്കുള്ളത്. നമസ്കാരം. 10 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരെ, പ്രമുഖരെ ഉൾപ്പെടെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം നിലവിലിപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൂടാതെ BJP നേതാക്കളെ, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെയും തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷിനെയും ഉൾപ്പെടെയുള്ള BJP നേതാക്കളെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും നിലവിലിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ എന്നും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് BJPക്കുള്ളത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അതാത് സംസ്ഥാന സർക്കാരുകളുമായിട്ട് പരമാവധി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുൻ സംസ്ഥാന സർക്കാരുമായിട്ടും വികസന കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ സർക്കാരിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് വളരെ നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ തന്നെ സഹകരിക്കും. തീർച്ചയായിട്ടും എല്ലാ സർക്കാരുകൾക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആശംസയുണ്ട്, പിന്തുണയുണ്ട്, സഹകരണമുണ്ട്. നമസ്കാരം. നമസ്കാരം. എവിടെയാ സ്ഥലം? എവിടെയാ? ശരി ശരി ശരി. പൂർണ്ണ പിന്തുണ തന്നെയാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് കാര്യങ്ങൾക്ക് പിന്തുണ വന്നാൽ മതി. വളരെ നന്ദി. പുറകിൽ രാജീവ് ചന്ദ്രശേഖറുണ്ട്. BJPയുടെ നിയുക്ത MLA ആണ്, നേമം MLA ആണ് അദ്ദേഹം. മേയറുടെ വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മന്ത്രിസഭയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വന്നത് തന്നെ വലിയ കാര്യം. നമ്മൾ ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം ഈ വാട്ടർ അതോറിറ്റിയുടെ വിഷയമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വിഷയം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം അത് പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ്. എന്തായാലും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് മേയർ VV രാജേഷ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങോട്ട് ഒരു സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇങ്ങോട്ടും സഹകരണം ഉണ്ടാകൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവിടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ, അതായത് കഴിഞ്ഞ മാസങ്ങളിൽ ഉൾപ്പെടെ നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നം നിലനിന്നിരുന്നു. പല വാൽവുകളും മനഃപൂർവ്വം പൂട്ടുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയമായ രീതിയിലാണ് ഇത്തരത്തിലൊരു പ്രവണത ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. അതായത് ഭരണകക്ഷിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് CPM സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ വാൽവ് പൊട്ടിയത് എന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. ഇതിനു ശേഷമാണ് BJP പ്രവർത്തകർ വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ സമരം നടത്തുന്നതും അതിനുശേഷം ആ വാൽവ് പാതിരാത്രിയിൽ തുറന്ന് നൽകുന്നതും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മേയർ നമ്മളോട് പ്രതികരിച്ചത്. ഇതൊരു സഹകരണത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എല്ലാവിധ ആശംസകളും UDF സർക്കാരിന്, പുതിയ മന്ത്രിസഭയ്ക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും നേരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേമം MLA ആണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് നമുക്ക് എന്തായാലും ചോദിക്കാം. ഓക്കെ, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. തിരക്കിലാണ്. കാരണം ഇവിടെ ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാവരും തന്നെ വലിയ തിരക്കിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകരെ സംബന്ധിച്ച് നിലവിൽ ഉള്ളത്. എന്തായാലും BJPയുടെ നേതാക്കളും MLAമാരും ഇവിടെ എത്തി എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് മേയർ നമ്മളോട് വ്യക്തമാക്കുന്നതും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.